നമസ്കാരം. പരുന്തിന്റെ കാഴ്ച അത് കുറേയേറെ പരന്നതാണെന്നാണല്ലോ വെപ്പ്. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ദിവ്യജയത്തിനൻ സർഗശക്തിയാം ഈ കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. വയലാറിന്റെ കവിതയും ചൊല്ലി പരുന്തിങ്ങനെ തലസ്ഥാന നഗരിക്ക് മുകളിലൂടെ പറന്ന് നടക്കുമ്പോഴാണ് സുരേഷ് ഗോപി ചിത്രത്തിലേതുപോലെയുള്ള ചില ഡയലോഗുകൾ കേൾക്കാൻ ഇടയായത്. മൂന്ന് തവണ നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് ഉറപ്പ് നൽകിയതിന് ശേഷമാണ് ഞാൻ ഈ പണിക്കിറങ്ങിയത്. എല്ലാം കഴിഞ്ഞപ്പോൾ 49 ഒരാളായി കസേരയും ഇട്ട് അവിടെ ഇരുന്നോളാൻ പറയുന്നത് ചതിപ്രയോഗമാണത്രേ. സുരേഷ് ഗോപി സ്റ്റൈൽ ഡയലോഗുകൾ കേട്ടത് സുരേഷ് ഗോപിയുടെ പാർട്ടിയിൽ നിന്ന് തന്നെയാണ്. പറയുന്നത് മുൻ IPS ഉദ്യോഗസ്ഥയുമാണ്. തലസ്ഥാനത്തിന് തലപ്പത്തെത്തിയ പാർട്ടിക്ക് ഇപ്പോൾ തീരാ തലവേദന. IPS ഭീഷണിയുടെ മറുതലക്കലിൽ ഇംഗ്ലീഷ് കലർന്ന മലയാളത്തിൽ സമാശ്വാസ മറുപടി വരുന്നുമുണ്ട്. എന്നാൽ ആരും കേൾക്കാത്ത ഒരു വാക്ക് പരുന്ത് കിട്ടു: രാജി. ഈ രണ്ടക്ഷരം പഴയ IPS നാവിൽ നിന്ന് മുഴങ്ങിയത് പരുന്തിനെ തെല്ലൊന്ന് ഞെട്ടിച്ചു. ഇവിടെ എല്ലാം തീരുമാനിക്കുന്നത് ഞാനും തൃശൂർ പേരൂരിലെ രാജാവുമാണെന്ന് പറഞ്ഞതൊക്കെ മറന്നോ എന്ന IPS ചോദ്യത്തിന് മറുതലക്കൽ മൗനമായിരുന്നു മറുപടി. നഗരമാതാവല്ലെങ്കിൽ രാജി തന്നെ എന്ന കടുത്ത വാശിയിലാണ് കാലാവധി കഴിഞ്ഞിട്ടും പേരിന് കൂടെ കൂട്ടുന്ന ആ 3 അക്ഷരക്കാരി. നഗരമാതാവിനെ വെട്ടി നഗരപിതാവായ ആ ചങ്ങാതിയുടെ കൂടെ വെറുമൊരു നഗരസഭാ വക്താവായിരിക്കുന്നതിലും ഭേദം വേറെ പണിക്ക് പോവുകയാണത്രേ. പിന്നെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കലായി സിനിമയിലെ IPS പ്രേതം ഇപ്പോഴും വിട്ടൊഴിഞ്ഞിട്ടില്ലാത്ത പ്രജാപതിയില്ലേ, പിന്നെ മറ്റു കുറെ കേന്ദ്രജീമാരും കയ്യും കാലും പിടിച്ചു ചില തന്ത്രപ്രധാനമായ ഓഫറുകൾ നൽകി. ഇതോടെ രാജിയിൽ നിന്ന് തത്കാലത്തേക്കൊന്ന് പിൻവാങ്ങി. എന്നാൽ പത്മനാഭന്റെ മണ്ണിൽ മടങ്ങിയെത്തിയപ്പോൾ വീണ്ടും പഴയ രാജ്യഭീഷണി തന്നെ ആവർത്തിക്കുന്നത് പരുന്ത് കണ്ടു. താമരയുടെ ഉള്ളിൽ മറ്റൊരു അങ്കലാപ്പ് കൂടിയുണ്ട്. നഗരസഭയിലേക്ക് ഒരു ഉപതിരഞ്ഞെടുപ്പ് വേണ്ടി വന്നാൽ എന്തു ചെയ്യും? ജയിച്ച് ഭൂരിപക്ഷം നിലനിർത്താൻ പറ്റുമോ? പറ്റിയില്ലെങ്കിൽ അടപടലം പൊളിയും. രാജീവ ഹൃദയത്തിൽ നെഞ്ചിടിപ്പുണ്ട്. കേന്ദ്രത്തിൽ ഉറപ്പ് നൽകിയ ചില കമ്മീഷനാദ്യ അധ്യക്ഷ സ്ഥാനത്തിനും A ക്ലാസ് നിയമസഭാ സീറ്റിനും അപ്പുറം ചില വിസ്മയങ്ങൾക്കുള്ള ഓപ്ഷൻ കൂടി IPSന് മുന്നിൽ ഉണ്ടത്രേ. വിജയിച്ചാൽ കൈപിടിച്ച് നഗരപിതാവാകാൻ നിശ്ചയിച്ചിരുന്ന ആളുമായി ഒരു വട്ട വിസ്മയ ചർച്ച നടന്നു കഴിഞ്ഞുവെന്നാണ് പരുന്ത് സഭയിലെ സംസാരം. കേരള കോൺഗ്രസിലേക്ക് എത്താതെ ആയിഷ പോറ്റിയിൽ ഒതുങ്ങിയ വിസ്മയ കാഴ്ചകൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ തുടർച്ചയും അതുതന്നെയാകുമല്ലോ. കാര്യങ്ങൾ ഇത്രയും ആയ സ്ഥിതിക്ക് ഇനിയിപ്പോ തിരുവുള്ളക്കേടുണ്ടാക്കി പുതിയ കൊടിയും പിടിച്ച് കൈയുയർത്തി അഭിവാദം ചെയ്യുന്ന IPSകാരിയെ തലസ്ഥാനം കാണേണ്ടി വരുമോ എന്നതാണ് പരുന്തിന് ചോദിക്കാറുള്ളത്. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും കാണാം.